മതസാഹോദര്യത്തിന്റെ നിറവിൽ കോട്ടയം താഴ്ത്തങ്ങാടിയിൽ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും. താഴ്ത്തങ്ങാടി മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. മീനച്ചിലാറിന്റെ കരയിൽ സഹോദരങ്ങളെ പോലെ താമസിക്കുന്നവരാണ് പള്ളിമുറ്റത്ത് ഒത്തുചേർന്നത്. താഴ്ത്തങ്ങാടിയിൽ ഇതാദ്യമായാണ് ഇങ്ങനെയൊരു സ്നേഹസംഗമം. താഴ്ത്തങ്ങാടി മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയാണ് പ്രദേശത്തെ മുസ്ലിം സഹോദരങ്ങളെ പങ്കെടുപ്പിച്ച് ഇഫ്താർ വിരുന്ന് ക്രമീകരിച്ചത്. നാടിന്റെ പൈതൃകവും സൗഹൃദവും പരസ്പരം പങ്കുവച്ചു. എല്ലാവരുടെയും മനസ്സു നിറഞ്ഞ നല്ല സന്ദേശങ്ങൾ. മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ നോമ്പ് റംസാനിൽ അവസാനിക്കുന്നു, ക്രിസ്ത്യാനികളുടേത് ഈസ്റ്ററിൽ അവസാനിക്കുന്നു. ഈ രണ്ടും കൂടെ ഒരുമിച്ച് വന്നിരിക്കുന്ന ഈ വർഷം ഒരുമിച്ച് കൂടി ആ സ്നേഹത്തിൻ്റെ ഒരു ആത്മാവൊന്ന് പങ്കിടാനും സൗഹൃദ സംഭാഷണങ്ങൾ നടത്താനും പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ കണ്ണിലൂടെ ഈ മാനവീയതയൊന്ന് കാണാനുമൊക്കെയുള്ള ഒരവസരമായിട്ടാണ് ഞങ്ങളിതിനെ മനസ്സിലാക്കുന്നത്. പിന്നീട് ഇഫ്താർ വിരുന്നിലേക്ക് കൈപിടിച്ചു നീങ്ങിയ എല്ലാവരും. താഴ്ത്തങ്ങാടിയിലെ 3 മസ്ജിദുകളിലെ 100-ലധികം പേരാണ് ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായത്. വിഭവങ്ങൾ ഓരോന്നും പകർന്നു നൽകി സാഹോദര്യത്തിന്റെ രുചിയറിഞ്ഞ് ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നു. സത്യത്തിൽ ഇത് ഇനി എക്കാലവും നിലനിൽക്കണം. ഇത് അവസാനിച്ചു പോകാത്ത ഒരു ബന്ധമായി, ഒരു കുടുംബം പോലെ തന്നെ ഇത് ഒന്നിക്കട്ടെ. ഏതായാലും മാതൃകാപരമായ മകിടമായൊരു മാതൃക നൽകുന്ന ഒരു വേദിയാണ്. അത് വളരെയേറെ സന്തോഷമുണ്ട്. മാത്രമല്ല, ഒരു ചെറിയ പെരുന്നാളിൻ്റെ സന്ദേശം കൂടി പരസ്പരം പകർന്നു നൽകാനുള്ള ഏറ്റവും വലിയൊരു അവസരം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. വരും വർഷങ്ങളിലും താഴ്ത്തങ്ങാടിയുടെ മതസഹോദര്യത്തിന്റെ അടയാളമായി ഇഫ്താർ വിരുന്ന് നടത്താനാണ് തീരുമാനം. ക്യാമറമാൻ റെൻസി കുര്യാക്കോസിനൊപ്പം ബിനോയ് രാജൻ, മനോരമ ന്യൂസ്.